24 ബിസിനസ് കോൺക്ലേവിൻ്റെ റെഡ് കാർപ്പറ്റിൽ എനിക്കൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുകയാണ്. അജ്മൽ ഹോൾഡിങ്ങിൻ്റെ ചെയർമാൻ അജ്മൽ. ഹായ് സർ. ഹായ്. ഫൈൻ. അപ്പോൾ നിങ്ങൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക, അതിനകത്തേക്ക് പല സെക്ടറിൽ നിന്നുള്ള പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, ബിസിനസ് പേഴ്സൺസ് വരിക, അവരുടെ ആശയങ്ങൾ പറയുക. എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു കോൺക്ലേവിന്? വളരെ നല്ലതാണ്, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇതേപോലെ ഒരു കോൺക്ലേവ്. അതുപോലെ ഡിഫറെൻറ്റ് ഐഡിയാസ്, ഈ ബഡ്ഡിങ് സ്റ്റാർസ്, ഈ എൻ്റർപ്രണേഴ്സിന് വരാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ യൂത്തിന് ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് ഇത്രയും വെറ്ററൻസിൻ്റെ നിന്ന് കിട്ടുന്ന ഐഡിയാസാണ് എപ്പോഴും ഇതേപോലെയുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഇയറിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നടത്തണം. വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ സ്ഥിരം ഏത് കോൺക്ലേവ്സ് ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അജ്മൽ ഹോൾഡിങ്സിൻ്റെ കാര്യം പറയുകയാണ്, ഇപ്പോൾ 2025 ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു സ്റ്റാർട്ടാണ്, ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പുതിയ ബിസിനസ് സ്വപ്നങ്ങൾ എന്താണ്? അപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ട്രാറ്റജി? കേരളം ഇപ്പോൾ അറിയാമല്ലോ, ഇറ്റ്സ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഞാൻ കൂടുതലും അഗ്രികൾച്ചർ സെക്ഷനിലാണ് ഞങ്ങളുടെ പുതിയ വെഞ്ചർ വരുന്നത് തന്നെ അതിലാണ്. നെട്ടൂർ ആഗ്രോ എന്നുള്ള രീതിയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതേപോലെ ഫാമിംഗ്, കോൺട്രാക്ട് ഫാമിംഗ്, ഇതാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് വരികയാണ്. അത് വന്നു കഴിയുമ്പോൾ തന്നെ ഏറ്റവും ഒരു ഗ്രോത്ത് വരുന്ന ഒരു സെഗ്മെൻറ്റാണ് അഗ്രികൾച്ചർ സെക്ഷൻ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിൽ തന്നെയാണ്. ഒരു സെറ്റ് മാർക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ്, കൃഷിയാണ്. പക്ഷേ ആ മേഖലയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് ആവശ്യം, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ഹൈലി പെറിഷബിൾ ഐറ്റം ഉള്ള, കാരണം ഭയങ്കര വോളറ്റൈൽ ഒരു മാർക്കറ്റാണ്. ഒരിക്കലും നമുക്കിപ്പം ഗോൾഡോ അല്ല മെറ്റൽ പോലെ ഒരിക്കലും പ്രൈസ് അപ്രിസിയേഷൻ ഇല്ല. ഇതിൻ്റെ വെയിറ്റ് എന്നും ഓരോ സെക്കൻഡും താഴ്ന്നു വരുന്നതാണ്. ഇറ്റ്സ് എ വാട്ടർ കണ്ടൻറ്റ്. അപ്പം അത് വളരെ പ്രൊഫഷണൽ വേയിലും വളരെ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് അതിൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമേഴ്സിന് തൊട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കോൾഡ് ചെയിൻ സിസ്റ്റം എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ആ ഫ്രഷ്നെസ്സും ആ ക്വാളിറ്റിയും നമുക്ക് കസ്റ്റമറിൽ എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഒരു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അത് എങ്ങനെയാണ് വേണ്ടത് എന്ന് താങ്കൾ പറയാം? വേണ്ടത് ഈ കോൾഡ് ചെയിൻ സെറ്റ് ചെയ്യാനുള്ളതിന് സബ്സിഡി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഒത്തിരി അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒത്തിരി സബ്സിഡൈസ് ചെയ്ത് തരുന്നുണ്ട്. കുറേ നോഹവ് അവർ തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്, നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെയുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, കോൺക്ലേവിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അതാ പറഞ്ഞത്. ഇത് കസ്റ്റമറിലോട്ട് കറക്റ്റായിട്ട് എത്തുന്നില്ല. ചിലരിൽ മാത്രമേ ഇത് അറിയുന്നുള്ളൂ, ഇങ്ങനെയുള്ള ഈ ഫെസിലിറ്റീസ് ഗവൺമെൻറ് കൊടുക്കുന്നു. അതെ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ഗ്യാതറിങ്സും കോൺക്ലേവ്സൊക്കെ നടത്തിയാൽ മച്ച്. കാരണം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്, എവിടുന്ന് ഫണ്ട് കൊണ്ടുവരും എന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലോട്ടൊക്കെ ഇത് എത്തിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് സർ. ഓ, താങ്ക് യു.